പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. പ്രിയമക്കളെ നോക്കൂ, പ്രതിഫലവുമായി വരുമ്പോൾ പ്രിയരെ നമുക്ക് ഏത് രീതിയുള്ള കിട്ടുന്നതായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ശക്തനായ ഒരു ഭരണാധികാരിയെ പോലെ ശക്തിയോടും അധികാരത്തോടും കൂടെയാണ് കർത്താവ് വരുന്നത്. നോക്കൂ, നിങ്ങളുടെ പ്രവൃത്തിയും നടപ്പും എങ്ങനെയുള്ളതാണ് ഇന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഹല്ലേലൂയ. നോക്ക്, ഇടയൻ തൻ്റെ ആടുകളെ എങ്ങനെ മേയിച്ചു നടത്തുന്നുവോ അതുപോലെ നമ്മുടെ ഇടയനായ കർത്താവ് നമ്മയും നല്ല പച്ചപ്പുള്ള സ്ഥലത്തു കൂടി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി നടപ്പും എങ്ങനെയാണ്? ഈ നല്ല ഇടയനോട് ചേർന്ന് നടന്ന് ദേശത്തിന് വാസയോഗ്യമാണോ നമ്മുടെ ജീവിതം? അല്പസമയം ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള നടപ്പാണെങ്കിൽ തീർച്ചയായും സ്വസ്ഥതയിൽ കൂടി വാസം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നല്ല ഇടയൻ്റെ ഹല്ലേലൂയ കൈക്കീഴിൽ നമുക്ക് ആയിത്തീരണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇന്നും ഒരുക്കത്തോടിരിക്കുക. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾക്ക് വേണ്ടി നമ്മളാണ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, കർത്താവിന് വേണ്ടി എങ്ങനെയായിരിക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, അത് നാം തന്നെ ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. ഹല്ലേലൂയ. നമ്മുടെ നടപ്പും പ്രവൃത്തിയും നാം തന്നെ നന്നാക്കണം. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം നടപ്പ്? എങ്ങനെ നടന്നാലാണ് നമുക്ക് ദേശത്ത് വസിക്കുവാൻ കഴിയുന്നത്? പ്രിയ മക്കളെ, ഒരു വ്യക്തിയുടെ നടപ്പ് ആ വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിത രീതിയെയും കുറിക്കുന്നതാണ്. ഹല്ലേലൂയ. നാം ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോഹയും അതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. അവർ ദൈവഹിതം അനുസരിച്ച് ദൈവിക പ്രസാദമാകുമാറ് ദൈവം മുമ്പാകെ ജീവിച്ച് ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാമും ദൈവം മുമ്പാകെ ഹല്ലേലൂയ പ്രവൃത്തിയിൽ നമ്മുടെ നടപ്പിലെല്ലാം യേശുപ്പനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് മാതൃകയായി തീരത്തക്കവണ്ണം നമ്മുടെ ജീവിത രീതിയിൽ നമ്മളെ മാറ്റം വരുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഹാനോക്കും നോഹിയും ദൈവഹിതം അനുസരിച്ച് ദൈവിക പ്രസാദമാകുമാറ് ജീവിച്ചു. ഒരു വ്യക്തിക്ക് ഇരുട്ടിൽ നടക്കുവാനും പ്രകാശത്തിൽ നടക്കുവാനും കഴിയും. ഹല്ലേലൂയ. ആത്മീയ അർത്ഥത്തിൽ നാം നോക്കുമ്പോൾ ദൈവകൃപ പ്രാപിച്ചവർ എപ്പോഴും വെളിച്ചത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് അവർ മാറ്റിയെടുത്ത് വെളിച്ചത്തിൻ്റെ പ്രവൃത്തി അവർ കൊണ്ടുവരും. ഹല്ലേലൂയ. ആ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ തന്നെയാണ് അവരെപ്പോഴും പരിശ്രമിക്കുന്നത്. ഹല്ലേലൂയ. നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതായത് ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചത്തിൽ നടക്കുവാൻ നാം പാത ഒരുക്കി കൊടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം വിശ്വാസത്തിൽ നടക്കുന്നവർ തന്നെ ആയിരിക്കണം. അബ്രഹാമിന്റെ ജീവിത നടപ്പ് മനസ്സിലാക്കിയാൽ എല്ലാം വിശ്വാസത്താൽ മാത്രമായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ അബ്രഹാം എല്ലാം ഹല്ലേലൂയ പറഞ്ഞത് ദൈവം എന്തൊക്കെ പറയുന്നു അതങ്ങ് അനുസരിച്ച് നടക്കുകയായിരുന്നു.
ജഡീക ചിന്തകളെല്ലാം വിട്ട് ആത്മാവിൽ എരിവുള്ളവരായിട്ട് ഈ ദിവസങ്ങളിൽ നാമുമായിരിക്കണം. ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പ് പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിലും സഹായത്തിലും ഉളവാകുന്നതാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മുടെ നടപ്പ് നമ്മളെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. നിഷ്കളങ്ക മനോഭാവവും താഴ്മയും സൗമ്യതയും എല്ലാം ഹല്ലേലൂയ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ദൈവം വെളിച്ചമാകുന്നത് കൊണ്ട് നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. വെളിച്ചം പകർന്നു കൊടുക്കുന്നവരാണ്. തൻ്റെ ദേശത്ത് സന്തോഷമായി ജീവിക്കുവാൻ വെളിച്ചത്തിൻ്റെ മക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. കാരണം ഇവർ ഇരുട്ടിൽ നടക്കുന്നവരെ വെളിച്ചത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവകൃപ അപ്പൻ ഹല്ലേലൂയ ദൈവമക്കൾക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. അപ്പോഴാണ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ ഹല്ലേലൂയ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. പ്രിയ മക്കളെ, വെളിച്ചത്തിൽ നടക്കുവാൻ വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. അതാ നമ്മളെ ഹല്ലേലൂയ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കുമ്പോൾ ഹല്ലേലൂയ ആ ഇരുട്ടിൻ്റെ ഹല്ലേലൂയ അവസ്ഥകളൊക്കെ നമ്മിൽ നിന്ന് മാറ്റിയിട്ട് വെളിച്ചം മറ്റുള്ളവർക്കും കൊടുക്കത്തക്കവണ്ണം കർത്താവ് നമ്മെ ആക്കി തീർക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കണം. പ്രിയ മക്കളെ, നാം ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദേശത്തിൻ്റെ മര്യാദ അനുസരിച്ചല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി നടക്കേണ്ടത്. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം വേണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് നന്നാക്കി തന്നെ ദൈവഗീത പ്രകാരം ഹല്ലേലൂയ നാം നടക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിത്വം കാണുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിത രീതികൾ ഓരോന്ന്. ഹല്ലേലൂയ. നാം പാർക്കുന്ന ദേശത്ത് വിശ്വസ്തത ആചരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ പഴഞ്ചൊല്ല് പറയുന്ന എന്തുവാ? നാടോടുമ്പോൾ നടുവേ ഓടുന്നവരായിട്ടല്ല. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവരെങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ദൈവഗീത പ്രകാരം നടക്കുന്നവരായിട്ട് തന്നെ നാം യേശുപ്പൻ്റെ മക്കളാണ്. അത് നമ്മൾ തന്നെ ആ വേർതിരിവ് കാണിച്ചു കൊടുക്കണം. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിത രീതി കണ്ട് മറ്റുള്ളവർ യേശുവിനെ അറിയുവാനുള്ള ആ ഒരു വ്യഗ്രത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ വഴികളും പ്രവൃത്തികളൊക്കെ നാം തന്നെ നന്നാക്കി എടുക്കണം. ഹല്ലേലൂയ. നോക്കൂ, വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. ന്യായം നന്നായി നടത്തണം. പരദേശികളെയും അനാഥരെയും വിധവകളെയും പീഡിപ്പിക്കരുത്. അന്യദേവന്മാരുടെ അടുക്കൽ പോകരുത്. ഹല്ലേലൂയ. ഇരിമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. നാം നമ്മുടെ ഹല്ലേലൂയ നടപ്പ് നമ്മൾ തന്നെ ക്രമീകരിച്ചു വേണം ഈ ദിവസങ്ങളെ ആയിത്തീരേണ്ട. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ അങ്ങ് ഏൽപ്പിക്കാം. കർത്താവെ, അങ്ങയ്ക്ക് ഗിതമാവണ്ണമാണോ ഞാൻ നടക്കുന്നത്? ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആ അപ്പൻ്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഹല്ലേലൂയ യേശുപ്പ ഹല്ലേലൂയ എന്നെ ഒരുക്കിയെടുക്കണമേ. എന്നിലുള്ള എല്ലാ പാപവഴികളും നീക്കണമേ. കർത്താവിന് ഹല്ലേലൂയ കൊള്ളാകുന്ന മക്കളാക്കി എന്നെ എടുക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവ്, ഇന്ന് പ്രയർ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഹല്ലേലൂയ ഓരോ വിഷയത്തിന്മേലും ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്ന അപ്പ ഹല്ലേലൂയ ഓരോരുത്തരും പ്രവൃത്തി നന്നാക്കി കൊടുക്കണേ അപ്പ. ഹല്ലേലൂയ. ജീവിത രീതികളിൽ ഹല്ലേലൂയ യേശുവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടാകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിന് ഹല്ലേലൂയ പ്രയോജനപ്പെട്ടു തന്നെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പ, ഞങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്നേ അപ്പ. ഞങ്ങളുടെ പ്രവൃത്തി അങ്ങേക്ക് അനുയോജ്യമാണോ? ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ഹല്ലേലൂയ വിലയിരുത്തുവാൻ
ചെയ്യുവാൻ സഹായിക്കണമേ. കരങ്ങളിലേക്ക് തരുന്നപ്പ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ ദൈവം മറുപടി കൊടുക്കണം. ഓരോരുത്തരോടും അപ്പൻ സംസാരിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ഹാലലിയ. ഇന്നത്തെ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹാലലിയ അത്ഭുതമാവണ്ണം ഹല്ലേലൂയ അവരുടെ വിഷയത്തിന് മറുപടിയായി തീരുവാൻ സ്വയം ചിന്തിക്കുവാൻ ഇടയായി തീരട്ടും. ഹാലലൂയ. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹാലലൂയ. സ്തോത്രം.